Hi, now we are here in Vavanur. This is one of our new project completed recently. വാവന്നൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബിറ്റ്വീൻ കൂറ്റനാട് ആൻഡ് പട്ടാമ്പി. ഈ ക്ലയൻറ്റിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈസൽ എന്നാണ്. ഓൾമോസ്റ്റ് 5500 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ഒരു പ്ലാൻ വരുന്നത്. വീടിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അട്രാക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂള് പൊസിഷൻ ചെയ്ത ഒരു ഏരിയയാണ്. ഈ പൂളിൻ്റെ അട്രാക്ഷൻ എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൂള് ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഏരിയ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മളൊരാൾ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന സമയമാണെങ്കിൽ അവർക്ക് ഈ കിച്ചൻ്റെ വിൻഡോസിലൂടെ ഈ പൂളിലേക്കുള്ള വ്യൂ കാണാം. ഇപ്പോൾ കുട്ടികൾ ഗ്യാദർ ചെയ്യുന്ന സമയത്ത്, കുട്ടികൾ പൂളിൽ കുളിക്കുന്ന സമയത്ത് അവർക്ക് ആ കുട്ടികളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അത് ഈവൻ അവരിപ്പോൾ കിച്ചണിലാണെങ്കിലും, അതല്ല അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും, അതല്ല അവർ ലിവിങ് സ്പേസിൽ ഇരിക്കുകയാണെങ്കിലും, അതല്ലെങ്കിൽ ഫാമിലി ലിവിങ് സ്പേസിൽ അവർ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, വേറെ ഈ വീടിൻ്റെ ഏത് ഈച്ച് ആൻഡ് എവറി കോർണേഴ്സ് ഇരിക്കുകയാണെങ്കിൽ പോലും ഈ പൂളിലേക്കുള്ള വ്യൂ വളരെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എലിവേഷൻ ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി എലിവേഷൻ ഡിസൈൻ ഈസ് ഒരു കണ്ടംപററി കോൺസെപ്റ്റാണ് ഡിസൈൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എലിവേഷൻ നോക്കുന്ന സമയത്ത് ജോമെട്രിക്കൽ ലൈൻസ്, ജോമെട്രിക്കൽ ബോക്സ്, റെക്ടാങ്കിൾ ഷേപ്സ് ആർ യൂസ്ഡ്. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ ഡിസൈൻസ് ആർക്കിടെക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അതേ തോട്ടിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ ലൈനും നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് സ്ട്രെയിറ്റ് ലൈനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ ഈ ഡൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പൺ വി ക്യാൻ സേ ഷോ കിച്ചൺ എന്ന് പറയാം, അതല്ലെങ്കിൽ ഓപ്പൺ കിച്ചൺ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫുള്ള് ജോമെട്രിക്കൽ ലൈൻസ് വെച്ചിട്ട്, സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അകത്ത് നമ്മൾ പുറത്ത് കാണുന്ന ആർക്കിടെക്ചർ ലൈൻ എന്താണോ അതേ ലൈൻ തന്നെയാണ് നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയറിലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ കിച്ചണിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ നമ്മൾ ഫുൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടിൻറ്റഡ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു അലുമിനിയം ഫ്രെയിം വെച്ചിട്ടാണ് അതിൻ്റെ കംപ്ലീറ്റ് ഷട്ടേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഗ്ലാസിൻ്റെ ലോഫ്റ്റ് കഴിഞ്ഞ് അതിലേക്ക് ഓവർഹെഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ലൂവേഴ്സ് ഫിനിഷ് വരുന്ന ഷട്ടേഴ്സാണ്, ആക്രിലിക് ഷട്ടേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ വരുമ്പോൾ നമ്മൾ ബോട്ടം സ്റ്റോറേജിലേക്ക് വരുമ്പോൾ നമ്മൾ പ്ലെയിൻ ആക്രിലിക് ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കിച്ചൻ്റെ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ എല്ലാ റൂംസുകളും ഹാളുകളും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെൻട്രൽ AC വെച്ചിട്ടാണ്. അപ്പോൾ സെൻട്രൽ ACയുടെ ഒരു മെയിൻ ഒരു ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഡിസൈനുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്കത് ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ചില സ്ഥലത്ത് നമ്മൾ അതിന് വുഡൻ ഫിനിഷ് പെയിൻറ്റ് ചെയ്യാറുണ്ട്, ചില സ്ഥലത്ത് നമ്മൾ ബ്ലാക്ക് ഗ്രിൽസ് കൊടുക്കാറുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് വളരെയധികം ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഓഫ് അതൊരു ടിപ്പിക്കലി ഓൾഡ് ഡിസൈനാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇന്നോവേറ്റീവ് ചെയ്തിട്ട് ഒരു പുതിയ കോൺസെപ്റ്റിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടെടുത്ത AC ഗ്രില്ലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫിനിഷിങ് ഇൻ എ ഗോൾഡൻ, അറ്റ് ദ സെയിം ടൈം ഫങ്ഷനലി ഈസ് ഓൾ ഗുഡ്. നമ്മളത് കാണുന്ന സമയത്ത് നമുക്ക് എസ്തറ്റിക്കലി ഓൾസോ വെരി എലഗൻറ്റ് ഡിസൈൻ. അപ്പോൾ അത് നമ്മളെ ഡിസൈനുമായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാനും, അതുമാത്രമല്ല അത് ഫിനിഷിങ് ഗോൾഡൻ ആയ കാരണം കൊണ്ട് ഒരു ലക്ഷറി ഫീല് കൊണ്ടുവരാനും നമുക്ക് ഈ പ്രൊജക്റ്റിൽ കഴിഞ്ഞിട്ടുണ്ട്.
ബേസിക്കലി ഈ വീടിനകത്ത് നമ്മൾ മൊത്തം 3 കിച്ചനാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് കിച്ചൺ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് പ്രകാരം ഷോ കിച്ചനാണ്. അപ്പോൾ ഈ ഷോ കിച്ചൺ ആകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈസി ആക്സസ് ആയിരിക്കും. അതുമാത്രമല്ല നമ്മൾ ഫാമിലി ആയിട്ട് ഒറ്റയ്ക്കുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ഓപ്പൺ കിച്ചനെ നമുക്ക് ഒരു ഫാമിലി സ്പേസ് ആക്കി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഗസ്റ്റ് വരുന്ന സമയത്ത് മാത്രം ഡൈനിങ് ഏരിയയിലേക്ക് ഫുഡ് നമ്മൾ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ ഷോ കിച്ചൻ്റെ യൂസേജ് വന്നിട്ടുള്ളത്. പക്ഷേ രണ്ടാമത്തെ കിച്ചണിലേക്ക് പോകുമ്പോൾ ആ രണ്ടാമത്തെ കിച്ചനും അതിൻ്റെ കൂടെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് കിച്ചനും വന്നിട്ടുള്ളത്. പക്ഷേ രണ്ടിൻ്റെ ഇടയിൽ ബിറ്റ്വീൻ ഒരു വാളോ അല്ലെങ്കിൽ ഒരു ഡോറോ ഒന്നുമില്ല. ടോട്ടലി ഓപ്പൺ കോൺസെപ്റ്റുള്ള രീതിയിലാണ് 2 കിച്ചനും കൂട്ടിയിട്ടാണ് ഈ സെക്കൻഡ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. അതായത് സെക്കൻഡ് കിച്ചനും വർക്ക് ഏരിയയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒറ്റ കിച്ചനാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവിടെ പ്രോപ്പറായിട്ട് ഫാമിലി മാത്രമാണ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു 4 പേരോ ഒരു 6 പേരോ ഇരിക്കാനുള്ള ഡൈനിങ് സ്പേസ് ഉണ്ട്. അതുമാത്രമല്ല ആ കിച്ചണിൽ നിന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തും കഴിക്കുന്ന സമയത്തും നമുക്ക് പൂളിലേക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. കിച്ചണിൽ നിന്ന് ഈ വീട്ടിൻ്റെ എല്ലാ കോർണറിലേക്കും നമുക്ക് ഇതിൻ്റെ വ്യൂ കിട്ടും. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഈ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തന്നെ എവിടെ ഇരുന്നാലും നമുക്ക് ആര് വന്നാലും പോയാലും ഈ വീടിൻ്റെ ഏത് കോർണറിൽ പോയാലും ഒരാൾക്ക് നോക്കി കാണാൻ പറ്റും. അതാണ് ഈ വീടിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റഡ് ഏരിയ. കാരണം എന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ ഓപ്ഷൻസുകൾ ഡിഫറൻസ് ആണ്. സം ക്ലയൻറ്റ് നീഡ് മോർ പ്രൈവസി, അതേ സമയത്ത് സം ക്ലയൻറ്റ് നോ നീഡ് പ്രൈവസി, ദേ വാണ്ട് മോർ ഓപ്പൺ. എവിടെ ഇരുന്നാലും അവർക്ക് വേണം ഓപ്പണായിട്ട് ഫീൽ ചെയ്യണം. അതാണ് ചില ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ്. നമ്മൾ കിടക്കുന്ന നേരത്തോ നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്തോ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ബെഡ്റൂമിൽ കിട്ടേണ്ട പ്രൈവസി അവിടെ കിട്ടും. പക്ഷെ അതല്ലാത്ത സമയത്ത് അവർക്ക് എല്ലാ ഏരിയയും ഓപ്പണായിട്ട് ഫീൽ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഈ പ്ലാൻ കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഡിസൈൻസ്, നമ്മൾ ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ വീടിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹൈലൈറ്റഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂള് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇതിൻ്റെ സ്പേസ് പ്ലാനിങ് ആണ്. കാരണം തുറന്നിട്ടൊരു വീട് എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ എവിടെയും ഒരു ബ്ലോക്കേജ് ഇല്ല. ആകെ ബെഡ്റൂമിൻ്റെ ഡോറ് ക്ലോസ് ചെയ്താൽ മാത്രമാണ് അവിടെ ബ്ലോക്കേജ് വരുന്നുള്ളൂ, പ്രൈവസി അവിടെ കിട്ടുന്നുള്ളൂ. ബാക്കി എവിടെ ഇരുന്നാലും ഫുൾ ഓപ്പണാണ്. അതാണ് ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത രണ്ടാമത്തെ ഒരു കാര്യം.